ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പീനട്ട് ബട്ടർ ബനാന സ്മൂതിയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അഗാരോ ന്യൂട്രി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ്. ഈ അഗാരോ ന്യൂട്രി ബ്ലെൻഡർ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് അറിയണമെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പീനട്ട് ബട്ടർ ബനാന സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് 3 സ്വിച്ചാണുള്ളത്. ഈ സൈഡിൽ കാണുന്നത് പൾസ് ബട്ടണാണ്. പിന്നെ ഈ മിഡിലിൽ കാണുന്നത് ഓൺ ഓഫ് സ്വിച്ചാണ്, ഓണാക്കാനും ഓഫാക്കാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്നത് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും 2 സ്പീഡ് മാത്രമേ ഉള്ളൂ. ലോ ഹൈ അങ്ങനെ 2 സ്പീഡ് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ സ്വിച്ച് ഉള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ജാറാണ് വരുന്നത്. ഒരു നീളമുള്ളതും പിന്നെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ജാറും. അതിൽ നമുക്ക് ഗരം മസാല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എല്ലാ പൗഡറുകളൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. വലുതാണെങ്കിൽ നമുക്ക് സ്മൂതി, മിൽക്ക് ഷേക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ജാറിൻ്റേതിന് 2 ബ്ലേഡും മറ്റേത് 6 ബ്ലേഡുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ 2 ജാറിൻ്റെയും കൂടെ വരുന്ന ടോപ്പ് കൂടാതെ ഇതിന് എക്സ്ട്രാ 3 ടോപ്പും കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഈ സ്മൂതിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഈ ജാറിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇവിടെ കാണുന്ന ഒരു എക്സ്ട്രാ 3 കാണുന്നുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പീനട്ട് ബട്ടർ ബനാന സ്മൂത്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 പൂവമ്പഴം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് പഴുത്ത 6 പൂവമ്പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൂവമ്പഴത്തിന് പകരം റോബസ്റ്റ പഴമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര അല്ലെങ്കിൽ തേൻ ഒക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡിസാനോ പീനട്ട് ബട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ വളരെ വില കുറഞ്ഞിട്ട് മിക്കപ്പോഴും ഇതിന് ഓഫർ ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീനട്ട് ബട്ടറാണ്. 2 വിധത്തിൽ വരുന്നുണ്ട്. ക്രീമിയും വരുന്നുണ്ട്, ക്രഞ്ചിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ക്രീമി പീനട്ട് ബട്ടറാണ്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 നുള്ളു വരെ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. പട്ടയുടെ പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സോസാണ്. ഇത് ഞാൻ വീട്ടിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് പാലാണ്. പാല് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല, ഫ്രീസറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് പാല് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ 1.5 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് ഇതുപോലെ നന്നായിട്ട് തിരിച്ച് ടൈറ്റാക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യം ഇത് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ലോ സ്പീഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ വെച്ചിട്ടോ നമുക്ക് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം സ്പീഡ് കൂട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അധികം സമയമൊന്നും ആവശ്യമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി പീനട്ട് ബട്ടർ ബനാന സ്മൂതി വളരെ പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിലൊക്കെ എടുത്തിട്ട് പോകാനാണെങ്കിൽ ഈ ഒരു ടോപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിൻ്റെ മറ്റേ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ബ്ലേഡുള്ള ടോപ്പ് മാറ്റിയിട്ട് ഇതിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ ഈ ഗ്ലാസ് ജാർ ഇത് തന്നെ മതിയാവും. ഇതിൻ്റെ ടോപ്പ് മാത്രം മാറ്റിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലൊരു ഇൻഫ്യൂസർ ടോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കൊണ്ടുപോകാം. ഇതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ജ്യൂസൊക്കെ കുടിക്കാൻ നല്ല എളുപ്പമുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ പീനട്ട് ബട്ടർ ബനാന സ്മൂതി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റി സ്മൂതി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി സ്മൂതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ഈ ഡിസാനോ പീനട്ട് ബട്ടറിൻ്റെയും അഗാരോ ബ്ലെൻഡറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ അഗാരോൻ്റെ ചെറിയ ന്യൂട്രി ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഗരം മസാല
പൊടിച്ചെടുക്കുന്നതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ജാറ്. ഇതിന് 2 ബ്ലേഡാണുള്ളത്. ഇതിലേക്ക് ഗരം മസാലയുടെ മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇടുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തിട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആ ചൂട് മാറി ഒരു ഇളം ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത ഇത് നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. സ്മൂതി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ പൗഡർ പൊടിച്ചെടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി എളുപ്പത്തിൽ തീർന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ആദ്യം പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മതി നമുക്ക് ഇപ്പുറത്തുള്ള സ്പീഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. പൾസ് ബട്ടൺ ആദ്യം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് നുറുങ്ങി നമുക്ക് മിക്സായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. അതിപ്പോൾ നമ്മൾ ഏത് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗരം മസാല വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് സ്പൈസസും കുരുമുളക് അതുപോലെ എന്ത് സ്പൈസസും നമുക്ക് വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതിലുണ്ടാക്കി വേറൊരു കോക്ടെയിലാണിത്. ഇത് പിന്നെ ഞാൻ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. കോക്ടെയിൽ നമുക്ക് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ. കുറച്ച് മിക്സഡ് ഫ്രൂട്ടും ഐസ്ക്രീമും ഒക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്